നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 ഇടവമാസം 1-ാം തീയതി, അതായത് 2026 മെയ് മാസം 15-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭമാണ്. നാളെ കാലത്ത് ഉദയം തൃശ്ശൂരിൽ 6:06, അസ്തമയം വൈകിട്ട് 6:36. നാളെ കാലത്ത് 6:15 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഇടവമാസം ആരംഭിക്കുകയാണ്. ധാരാളം സവിശേഷതകളുള്ളൊരു മാസമാണ് ഇടവമാസം. മലബാറിലെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടിയൂർ മഹോത്സവം, വൈശാഖ മഹോത്സവം ഈ ഇടവമാസത്തിലാണ് ആരംഭിക്കുന്നത്. നാളത്തെ തിഥി കാലത്ത് 8:30 മുതൽ ചതുർദശി തിഥിയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മറ്റന്നാൾ പിതൃക്കളുടെ ബലിശ്രാദ്ധാദി തിലഹോമാദി കർമ്മങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുകൂലമായ ദിനമാണ് നാളെ രാത്രി. അതിനാൽ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മറ്റന്നാൾ സുഖമായി പിതൃക്കളുടെ സായുജ്യ ഗതി വരുത്തുവാൻ ഏറ്റവും അനുകൂലമായ ദിനമാണ്. നാളെ അതിൻ്റെ അനുകൂല കർമ്മങ്ങൾ ചെയ്യാം. മറ്റന്നാൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരുനെല്ലിയോ തിരുനാവായയോ കോഴിക്കോട് ജില്ലയിലുള്ളവർക്ക് ഉരുപുണ്യകാവിലോ ഒക്കെ പോയി പിതൃ തർപ്പണത്തിന് വളരെ അനുകൂലമായ ദിനമാണെന്നറിയുക. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് നാളത്തെ ദിനം വെള്ളിയാഴ്ചയാണ്. നാളെ വെള്ളിയാഴ്ച സ്ത്രീകളും ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാണ്. പ്രത്യേകിച്ച് നാൽക്കാലികളും ഗർഭിണികളും വെള്ളിയാഴ്ച സഞ്ചരിക്കാറുണ്ട്. സ്ത്രീകൾക്ക് സഞ്ചരിക്കാതെ യാതൊരു നിർവാഹവുമില്ല. പക്ഷേ ഗർഭിണികളും നാൽക്കാലികളും ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ദിനമാണ്. അപ്രകാരം തന്നെ ബുധനാഴ്ചയും. നാളത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്ന അശ്വതി. അശ്വതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വളരെ ദോഷമാണ്. അത് ഗണ്ടാന്ത നക്ഷത്രമാണ്, അശ്വതി മകം മൂലം. പക്ഷേ നാളെ അശ്വതി നക്ഷത്രം 36 നാഴികയാണ് ഉള്ളത്. അതിനാൽ ഗണ്ടാന്തത്തിൻ്റെ ദോഷമില്ല. അശ്വതി ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഉത്രത്രയം എന്നാൽ 9 നക്ഷത്രങ്ങളുണ്ട്. ഉത്രമത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി, അശ്വതി. സാധാരണ മരുന്ന് കഴിക്കാനൊക്കെ ഏറ്റവും നല്ല ശുഭകരമായ ദിനം അശ്വതി നക്ഷത്രത്തിന് നാം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം നക്ഷത്രത്തിൻ്റെ അധിദേവത അശ്വതി ദേവതകളാണ്. അശ്വിനി ദേവതകളാണ് ദേവന്മാരുടെ വൈദ്യന്മാർ. അതിനാൽ വളരെയധികം പ്രാധാന്യം മരുന്ന് സേവിക്കുന്ന അശ്വതി നക്ഷത്ര നാളിനുണ്ട് എന്നറിയുക. നാളെ എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ നിർബന്ധമായും സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നാഗയക്ഷിയുള്ള അമ്പലത്തിലൊക്കെ നാളെ പോകുന്നത് വളരെയധികം നല്ലതാണ്. ആയില്യപൂജ, സർപ്പബലി, അപ്രകാരം നവഗ്രഹത്തിൽ രാഹുവേതു അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണെന്നറിയുക. നിങ്ങളെ പ്രാർത്ഥന നാളെ ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. അതിനുമപ്പുറം നാളെ ധർമ്മദൈവ സങ്കേതങ്ങൾ നിർബന്ധമായും സന്ദർശിക്കുക. അവിടെ വിളക്കിലേക്ക് എണ്ണയും തിരിയുമൊക്കെ കൊടുക്കുക. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വാങ്ങുക. ധർമ്മദൈവം പ്രസാദിച്ചേ കുളിർപ്പോ തറവാടുകൾ. ധർമ്മദൈവങ്ങൾ പ്രസാദിച്ചാൽ തറവാടുകൾ വളരെയധികം സമ്പത്തിനെ പ്രാപിക്കും. നമ്മളെ തലമുറയെ സംരക്ഷിക്കുവാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ധർമ്മദൈവ സങ്കേതം, ധർമ്മദൈവ പ്രീതി എന്ന് മനസ്സിലാക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.